അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നമ്മൾ പഠിച്ചു വരുന്നതായ അക്ഷരം ളാദ് എന്നുള്ളതാണ്. ആ ളാദ് എന്നുള്ളതായ അക്ഷരത്തിനെ എങ്ങനെയാണ് നീട്ടി വായിക്കുക? അലിഫ് ചേർത്താൽ, വാവ് ചേർത്തി കൊടുത്താൽ, യാനെ ചേർത്തി കൊടുത്താൽ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? ഇതിലെ വ്യത്യസ്തമായ വെജിറ്റബിൾ സാധനങ്ങളാണ് ഇതിലുള്ളത്, പച്ചക്കറികൾ അല്ലേ? നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഇതുപോലത്തതായ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. നമ്മൾക്ക് ഭക്ഷണം കറിയുണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. ആരോഗ്യത്തിനേക്ക് ഏറ്റവും നല്ല സാധനങ്ങളാണ് പച്ചക്കറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിയും ബീഫും മറ്റുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി കഴിക്കേണ്ടതായ ഒന്നാണ് പച്ചക്കറി എന്നുള്ളത്, അല്ലേ? ശരി. ഈ പച്ചക്കറികൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് എന്ത്? ഈ അക്ഷരം പരിചയം ഉണ്ടാവും എല്ലാവർക്കും. നേരത്തെ പഠിച്ചിട്ട് നമ്മൾ ഖാത്തം പാഠത്തിൽ പഠിച്ചതാണ്. ഖാനിക്ക് നമ്മിട്ടാൽ ഹുലാർ അല്ലേ? എന്താണ് ഹുലാർ? എന്നാൽ നമുക്കൊന്ന് പാടുന്ന ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ. ആ ലാ ആ അല്ലാ ആ ഹു ലൂ റുൻ ഹുലൂറുൻ തു ലീ ഉ തുലീ ഉ ആ റ് ലൻ അർലൻ ആ റ് ലുൻ അർലുൻ ആ റ് ലിൻ അർലിൻ ഹ ല ഹല്ല ത ഹു ലു തഹുല്ലു ഹു ലി റ ഹുല്ലിറ ലാ ലൂ ലീ. മനസ്സിലായില്ലേ? ഇവിടെ ചുവന്ന അക്ഷരം നോക്കൂ. ലാ എങ്ങനെ? ലാ ലൂ ലീ ലൻ ലുൻ ലിൻ ല ലു ലി ലാ ലൂ ലീ. ഈ ലാദ് എന്നുള്ളതായ അക്ഷരത്തിന് ശേഷം അലിഫ് വന്നു. അപ്പോൾ ഫത്തഹിനെ നീട്ടാൻ വേണ്ടിയാണ് അലിഫ് വരിക. ലമ്മയെ നീട്ടാൻ വേണ്ടിയാണ് വാവ് വരുന്നത്. കസ്റയെ നീട്ടാൻ വേണ്ടിയാണ് യാവ് വരുന്നത്. മനസ്സിലായില്ലേ? അടുത്ത പേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്, അല്ലേ? ഈ ടെമ്പയിൽ പോകുന്ന ഓരോ അക്ഷരങ്ങൾ എന്ത് വായിക്കൂ? നഖ്റ വായിക്കുക. ഇതെന്താ കൊണ്ടുപോകുന്നത്? ഈ വണ്ടി ലോ. ഈ വണ്ടി ഏത് അക്ഷരത്തിനെ കൊണ്ടുപോകുന്നേ? ലൂ. ഈ വണ്ടിയോ? ലീ. ഹല്ലറ ഹുല്ലിറ തഹ്ലീറുൻ ഹല്ലറ ഹല്ലറ ഹുല്ലിറ ഹുല്ലിറ തഹ്ലീറുൻ തഹ്ലീറുൻ. നർസും ഇതിന്റെ മുകളിൽ എഴുതാം ലോ ലൂ. പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരക്കണം. ആദ്യം ഇങ്ങനെയാണ് നമ്മൾ വരച്ചു കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യരുത്. ഓക്കെ. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ നല്ല വൃത്തിയിലായി എഴുതേണ്ടതാണ്. ഇത് എഴുതണം. ലോ ലൂ ലീ ലൻ ലുൻ ലിൻ
നഖ്റഉ മിനൽ ഖുർആൻ. അല്ലാഅത്. അല്ലാഅത് നമ്മൾ പഠിച്ച അക്ഷരാണ് ഇവിടെ. ഖാലൂ. റളീതു. റളീതു. അർളൻ. അർളൻ. ഓക്കെ. ഇൻഷാ അല്ലാഹ് നല്ല വൃത്തിയായി കൂടുതൽ ഈ പാഠം വായിക്കുകയും എഴുതുകയും ചെയ്യണം. അല്ലാഹു തആല നമ്മൾക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട അക്ഷരമാണ് ളാദ് എന്നുള്ളത്. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. പിന്നീട് വായിക്കുന്ന സമയത്ത് നല്ല ഉപകാരപ്പെടുമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.